ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സൃഷ്ടി സ്ഥിതി സംഹാരം. ഭഗവാന്റെ അഭിമുഖമുറി. വിദേശികളാണ് മുറിക്കുള്ളിൽ. ഒരാൾ സ്വാമിയോട് പറഞ്ഞു, ഞങ്ങൾ ഭാരതത്തെക്കുറിച്ച് പഠിച്ചു, പുരാണങ്ങൾ വായിച്ചു. അവിടുന്ന് ഭഗവാനാണെന്ന് സ്വയം പറയുന്നു. പക്ഷേ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരാണല്ലോ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യുന്നത്. അവരുടെ ലക്ഷണങ്ങൾ അങ്ങയിലുണ്ടോ? സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇവയാണല്ലോ ഈശ്വര ലക്ഷണങ്ങളായി പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇടതു കൈത്തലം നീട്ടി. പിന്നെ അതിനു മുകളിൽ വലതു കൈത്തലം വെച്ചു. പിന്നീട് മെല്ലെ വലതു കൈ ഉയർത്താൻ തുടങ്ങി. കൈ ഉയർത്തുന്നതിനനുസരിച്ച് ഒരു കുരങ്ങന്റെ രൂപം ഇടതു കൈയിൽ അവർ കണ്ടു. കൈ ഉയർത്തുന്നതിനനുസരിച്ച് കുരങ്ങനും വളർന്നുകൊണ്ടിരുന്നു. കുരങ്ങന്റെ മേൽ സ്വാമി മെല്ലെ ഊതി. അതോടെ കുരങ്ങന് ചലനമുണ്ടായി. അടുത്ത നിമിഷം അവൻ കയ്യിൽ നിന്നും ചാടി. കണ്ടുകൊണ്ടിരുന്നവർ അമ്പരന്നുപോയി. സ്വാമി പറഞ്ഞു, ഇതാണ് സൃഷ്ടി. കുരങ്ങൻ ചാടി ബഹളം വയ്ക്കാൻ തുടങ്ങി. അവന് വിശപ്പായിരുന്നു. സ്വാമി തൃക്കരം ചുഴറ്റി. തൃക്കരത്തിൽ ഒരു പഴം. സ്വാമി കുരങ്ങന് പഴം കൊടുത്തു. അവൻ അത് ആർത്തിയോടെ വാങ്ങിക്കഴിച്ചു. സ്വാമി പറഞ്ഞു, ഇതാണ് വിഷ്ണുവിന്റെ പരിപാലനം എന്ന ലീല. വിശപ്പ് മാറിയ കുരങ്ങൻ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. മുറിയിലുള്ളവരുടെ തോളിൽ കയറി സഞ്ചി എടുത്തു തുറന്നു. ഒരാൾ ഭയത്തോടെ പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ സംഹാരലീല കൂടി കാണിക്കണേ, അല്ലെങ്കിൽ ഈ കുരങ്ങൻ ഞങ്ങളെ ശരിയാക്കും. ഭഗവാൻ തൃക്കര നീട്ടി. കുരങ്ങൻ കൈയിലേക്ക് ചാടി. സ്വാമി മറ്റേ കരം അവന്റെ തലയിൽ വെച്ചു. സ്വാമിയുടെ കരം താഴുന്നതിനൊപ്പം കുരങ്ങന്റെ പൊക്കവും കുറഞ്ഞു കുറഞ്ഞു വന്നു. ആ കരങ്ങൾ തമ്മിൽ ചേർന്നു. പിന്നീട് സ്വാമി കരങ്ങൾ മാറ്റി. ഇപ്പോൾ അവിടം ശൂന്യം. ഭഗവാൻ അരുളി, ഇതാണ് രുദ്രന്റെ സംഹാരം. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എൻ്റെ കരങ്ങളിൽ. ഓം തത്സത്.